നമസ്കാരം എല്ലാവർക്കും അല്ലൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. കുക്കിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെ സംഭവ ബഹുലമായ കുക്കിംഗ് ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള ജ്യൂസാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇപ്പം സമ്മർ സീസൺ ആയിട്ടുണ്ട്. അപ്പം നല്ല ചൂട് കാലമാണിപ്പോൾ. എല്ലാവരും ഇങ്ങനെ ജ്യൂസൊക്കെ കുടിക്കാൻ ഇങ്ങനെ കൊതിച്ച് നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ജ്യൂസൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഒരു ജ്യൂസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ കിടുക്കാച്ച് ടേസ്റ്റുള്ള ഒരു അടിപൊളി ജ്യൂസാണ്. ഈ കുക്കുംബറില്ലേ, കക്കിരിക്ക, യെസ്, കക്കിരിക്ക കൊണ്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ്. ഇല്ല, ചിലർക്ക് അറിയാമെന്ന് തോന്നുന്നു. ഓക്കെ ഞെട്ടാത്തവർക്ക്, ചിലർ ഞെട്ടിയിട്ടില്ല, അവർക്ക് അറിയാൻ തോന്നുന്നു. സോ ഞെട്ടിയവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം അതിന് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇവിടെ നിങ്ങൾ ഓരോരോ ദിവസം ഇടപെട്ടിട്ട് ക്യാരറ്റ് ജ്യൂസ്, കുക്കുംബർ ജ്യൂസ്, അങ്ങനെ ഓരോ ജ്യൂസുകൾ ഇങ്ങനെ പരീക്ഷണമാണ്. ഇപ്പം വേനൽക്കാലം തുടങ്ങിയത്. എപ്പോൾ ജലദോഷം പിടിച്ച് നമ്മളെല്ലാം കൊണ്ടുപോകേണ്ടി വരുമോയെന്നറിയില്ല. തീരെ തണുപ്പ് തീരെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തണുപ്പൊക്കെ കുറച്ചിട്ടാണ് അലൂനൊക്കെ ഉണ്ടാക്കി കൊടുക്കാറ്. എനിക്കും അങ്ങനെ തന്നെ കൂടുതൽ തണുപ്പൊക്കെ ഇടുമ്പോൾ കുറച്ചൊരു പ്രശ്നം വരുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഇന്ന് നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാളും കൂടി എന്നെ സഹായിക്കാനുണ്ട്. ആരാ? അല്ലൂട്ടൻ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഈ കുക്കുംബർ ജ്യൂസിന് എന്തെന്നാ എടുക്കണ്ടേ? കക്കിരിക്ക. ഞങ്ങൾ ഇവിടെ ഒരു കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് മിൽക്കാണ്. ഞാനിവിടെ 500 ml മിൽക്കാണ് എടുത്തത്. കട്ടപ്പാല് സൂപ്പർ ആയിരിക്കും. യെസ്, കട്ടപ്പാലുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും അല്ലല്ലോ. പക്ഷേ നമ്മളെ പാലിന് അധികം കട്ടയായിട്ടില്ല, കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ആയാലും മതി, നല്ല ടേസ്റ്റ് ആണ്. പിന്നെ വേണ്ടത് എന്തായാലും പഞ്ചസാര. അതെ, പഞ്ചസാരയാണ്. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടാം അല്ലെങ്കിൽ കുറക്കാം. ഓക്കെ, അപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 3 ഐറ്റംസ് മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ജ്യൂസിൻ്റെ അളവ് കുറച്ചൊന്ന് കൂട്ടണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. ഈ കക്കിരിക്കയുടെ തൊലിയൊക്കെ ചെത്തുക, എന്നിട്ട് ഇത് ചെറിയ കഷ്ണമാക്കി മുറിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അല്ലിയൊന്നും നമുക്ക് കളയണ്ട കേട്ടോ. ഇനി നമുക്ക് മുറിച്ച് വെച്ച കക്കിരിയെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്തെടുക്കുക. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പാലാണ്. പാല് ഈ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. പകുതി പാലും പകുതി വെള്ളവും എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1/4 ഭാഗം പാലും അല്ലെങ്കിൽ 1/4 ഭാഗം വെള്ളം എടുക്കാം. അല്ലെങ്കിൽ മുഴുവനായിട്ട് പാലൊഴിച്ചാലും മതി. മുഴുവനായിട്ട് പാലൊഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ഞാനിവിടെ കുറച്ച് പാലും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടല്ലോ? ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അല്ലേ, മിക്സിയിലിട്ടിട്ട്. അപ്പം ഞങ്ങൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കിയാലോ? അടിപൊളിയല്ലേ കാണാൻ. ഇനി ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിപ്പയിലിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്, നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഈ കക്കിരി ഒന്നും ശരിക്കും അങ്ങ് അടിഞ്ഞു കിട്ടൂല, അതുകൊണ്ട് കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ കിട്ടും. അപ്പം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇത് അരിച്ചെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഇതിന് നമുക്ക് കാണാനൊരു മൊഞ്ചിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കക്കിരിക്കയും കൂടി വെക്കാം. കക്കിരിക്കല്ല, കക്കിരി കഷ്ണം കൂടി നമുക്ക് ഇതിന്റെ മേളിൽ സെറ്റാക്കാം. പിന്നെ എന്താ ഇടുന്നത് നമ്മള്? ഐസും കട്ട. ഐസും കട്ട. അല്ലൂട്ടൻ ഭയങ്കര സന്തോഷമായി. ഐസ് ക്യൂബ് കിട്ടിയാൽ അല്ലൂട്ടനൊന്നും പറയണ്ട. ഓക്കെ, അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ കുക്കുംബർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. ഇനി നമ്മളിപ്പം വേഗം കുടിക്കുക വേണ്ടും. അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് ഉച്ച സമയത്ത് ഈ ഒരു ജ്യൂസൊക്കെ കുടിക്കുമ്പോഴുള്ളൊരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് ഓടി വന്ന് പറയണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, എങ്ങനെയുണ്ട്? സിമ്പിളല്ലേ, വെറും ടപ്പേന്ന് കഴിയുന്നത്. അപ്പോൾ കുക്കുംബർ വാങ്ങുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ചില കുക്കുംബറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കയ്പ്പുണ്ടാവും. അപ്പോൾ ഈ കയ്പ്പുള്ളത് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, മുറിച്ച് നോക്കി കയ്പ്പുണ്ടോ നോക്കിയിട്ട് അപ്പം എന്ത് ചെയ്യണം, കറി വെച്ചാൽ ഈ പരിപ്പും കൂട്ടി കറി വെച്ച് അടിപൊളിയായിരിക്കും അല്ലേ. അധികം വെക്കാറുണ്ട് ഈ കുക്കുംബറും പരിപ്പും കൂട്ടിയിട്ടുള്ള കറി, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ജ്യൂസ് വെക്കുമ്പോൾ കയ്പ്പുള്ള കുക്കുംബർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. എന്നില്ല പിന്നെ നല്ലതാണെങ്കിൽ, കയ്പ്പുള്ളത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ, ടേസ്റ്റ് ഉണ്ടാവില്ല, കയ്പ്പടിക്കും. അപ്പോൾ കറി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ടേസ്റ്റ് വ്യത്യാസം വരില്ല. സോ
അപ്പോൾ ഈ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, കുടിച്ചിട്ടില്ലെങ്കിലും കാണാൻ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്നിട്ട് കുടിച്ചിട്ട് അഭിപ്രായം പറയണം. വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് കുടിച്ചിട്ട് അഭിപ്രായം പറയണം. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം കേട്ടോ. എനിക്ക് ഇങ്ങനെയായോ കുറേ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. മിസ്റ്റേക്സ് പറഞ്ഞു തരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. എൻ്റെ കഴിഞ്ഞ ഒരു ഇതാണ് എൻ്റെ വെയിറ്റ് ഗെയിൻ ജേണി പാർട്ട് 1 ഞാൻ ഭയങ്കര ലെങ്ത് എൻ്റെ വീഡിയോ കുറച്ചൊരു ലാഗായിപ്പോയി. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് ഏതോ അറിയാത്തൊരു ആളാണ്, പേര് മാറുന്നു പോയി, സോറി കേട്ടോ, ഞാൻ നെക്സ്റ്റ് വീഡിയോ പറയാം. അപ്പോൾ ആ ഒരാൾ വന്നിട്ട് അത് മിസ്റ്റേക്സ് ഇത്രയും ലോങ് ആയിപ്പോയി, വീഡിയോ കുറച്ചൊന്ന് ചുരുക്കി പറഞ്ഞിട്ട് നന്നായി, അങ്ങനെയൊക്കെ മിസ്റ്റേക്സ് ഒക്കെ പറഞ്ഞു തരുമ്പോൾ ശരിക്കും ഒരു ഭയങ്കര സന്തോഷം തോന്നുവാണ്. അതുപോലെ നിങ്ങൾ കാണുന്നതിനൊക്കെ അഭിപ്രായം പറയുമോ, ഇഷ്ടപ്പെട്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല, മിസ്റ്റേക്സ് ഒക്കെ വന്ന് പറഞ്ഞു തരണം, അപ്പോഴാണ് ഒരു സന്തോഷം. അപ്പോൾ എനിക്ക് ഈ സബ്സ്ക്രൈബേഴ്സിനൊന്നും എനിക്ക് അങ്ങനെ പരിചയമില്ല, ആരൊക്കെയാണ്, കുറച്ച് പേര് മാത്രമേ കമൻറ്റ് ബോക്സിൽ വരുന്ന ആൾക്കാരെ മാത്രമേ എനിക്കറിയൂ. അപ്പോൾ എല്ലാവരും വന്ന് ആക്റ്റീവ് ആവുക, എല്ലാവരും വന്ന് അഭിപ്രായം പറയുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ